ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഡേ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ പേരൻസിനെ പോലെയും ഞാനും വളരെ ഹാപ്പിയാണ്. പക്ഷെ ചെറിയൊരു ദുഃഖം എന്താന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കുട്ടികൾ ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട 2 ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. നമ്മുടെ കുട്ടികളെ ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ എന്താ പറയുക, അവർ പ്രീ സ്കൂളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ബിൻസിനിസിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവര് കരച്ചിലോട് കരച്ചില്. ഒരു ബിൻസിനിസ് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം 2-3 മാസത്തോളം എല്ലാ കുട്ടികളും നിർത്താനുള്ള കരച്ചിലാണ്. ഈ 37 കുട്ടികളിൽ ഒരുവിധം കുട്ടികളും കരച്ചിൽ നിർത്താൻ ഏകദേശം 2 മാസം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബിൻസിനിസിന് പ്രത്യേകം നന്ദി പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒറ്റയ്ക്ക് എഴുതാനും വായിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നല്ല മിടുക്കന്മാരായിട്ടാണ് അവർ UKGയിലേക്ക് കയറുന്നത്. UKGയിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. കവിത മിസ് കുട്ടികളെ ഹൃദയത്തിലാണ് കൊണ്ടുനടക്കുന്നത്. കവിത മിസ്സിന് കുട്ടികൾ എന്ന് വെച്ചാൽ ഓരോ കുട്ടിയും സ്വന്തം കുട്ടിയെ പോലെയാണ് കവിത മിസ്സിന്. മിസ്സിന് ഞാൻ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ മിസ്സിന് ഞാൻ അത്രയും ഇമോഷണൽ ആയിട്ട് കണ്ടു. കണ്ണ് നിറഞ്ഞിട്ടാണ് മിസ് ചെയ്തിരുന്നത്. കാരണം ഇതേപോലെ ഇനി മിസ്സിന്റെ കുട്ടികൾ മിസ്സിന് മുന്നിൽ ഇരിക്കില്ല, അവര് ഹയർ ക്ലാസ്സിലാണ് പോകുന്നത്. അപ്പോൾ മിസ്സിനത് അന്ന് അത്രയും വിഷമമുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മിസ് എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യമാണ്, മറക്കരുത്. പേരൻസ് ആയാലും കുട്ടികളായാലും ഒരിക്കലും മറക്കരുതെന്ന് പറയും. ഞങ്ങൾക്ക് അതിന് കഴിയില്ല. കാരണം ഞങ്ങളുടെ ഹൃദയത്തിലാണ് മിസ് എപ്പോഴും. 2 മിസ്സുമാരും അവര് ഇത്രയും മിടുക്കരായിട്ട് ഞങ്ങളെ തിരിച്ചേൽപ്പിച്ചതിന് 2 മിസ്സുമാരോടും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ സ്റ്റഡീസിന്റെ കാര്യമായാലും സ്റ്റഡീസിൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം അവർ പഠിച്ചിട്ടാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് എക്സാമിന് തലേദിവസം ചോദിക്കുമ്പോൾ അവർ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ആർട്സ് എല്ലാത്തിനും നമ്മളെക്കാൾ കൂടുതൽ ടെൻഷൻ എടുത്ത് അവരെ ഇത്രയും ക്ലവറും ബോൾഡും ഒക്കെ ആക്കി സ്റ്റേജ് ഫിയർ ഒക്കെ മാറ്റാൻ മിസ്സുമാർക്ക് പ്രത്യേകം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എനിക്ക് പ്രത്യേകം താങ്ക്സ് പറയാനുള്ളത് പ്രിൻസിപ്പൽ മാമിനോടും മാനേജ്മെന്റിനോടാണ്. കാരണം സ്റ്റഡീസ് അല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ എടുത്തു പറയത്തക്കതാണ്. ഓരോ ഡെവലപ്മെന്റ് പ്രോഗ്രാംസും ഞാനിപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഒരുപാട് ഇടും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും, നിങ്ങളുടെ സ്കൂളിൽ എപ്പോഴും പ്രോഗ്രാംസ് ആണല്ലോ, കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ ഇടയ്ക്കിടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, അവരുടെ പ്രോഗ്രാംസ്, സഹോദയ, അങ്ങനെ ഒരുപാട് നമ്മുടെ മാനേജ്മെന്റും സ്റ്റാഫും എല്ലാവരും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോടും മാനേജ്മെന്റിനോടും പ്രിൻസിപ്പൽ മാമിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. സഹോദയെ കഴിഞ്ഞ് പ്രിൻസിപ്പൽ മാം എല്ലാവരെയും സെപ്പറേറ്റ് വിളിച്ചിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. അത് പാരൻസിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ കുട്ടികളെ ഏറ്റവും കൂടുതൽ കൈ പിടിച്ച് നടത്തി നോക്കുന്ന ആന്റിമാരോട് പ്രത്യേകം നന്ദി. പിന്നെ വിക്രമൻ ചേട്ടനോട് നന്ദി, ഡ്രൈവർ ചേട്ടന്മാരോട് നന്ദി. ഈ അവസരത്തിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സ്കൂളിലെ ഓവറോൾ നമുക്ക് പ്രത്യേകം എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ഞാൻ സേതുലക്ഷ്മിയുടെ അമ്മയാണ്. അപ്പോൾ എന്നെ വിളിക്കാൻ പെട്ടെന്ന് വിട്ടുപോയെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ടീച്ചറോട് ഇപ്പം ഞാൻ ആക്ഷൻ കാണിച്ചു. എന്നാലും ഇന്നത്തെ ദിവസം 2 വാക്ക് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമാവും. കാരണം നമ്മുടെ കുട്ടികളെ നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് അവരോട് കൊണ്ടുവന്നാക്കിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ മിക്കവാറും എല്ലാവർക്കും നല്ല ടെൻഷനായിരിക്കും. നമ്മുടെ പിള്ളേർ പഠിക്കുമോ, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എൻ്റെ മോള് ഭക്ഷണം കഴിക്കാനൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന് വിടുമ്പോൾ അവരെന്താവും, അങ്ങനെയൊക്കെയുള്ള പല ടെൻഷനുണ്ടായിരുന്നു. പക്ഷേ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അവർ ഈ ഒരു ട്രാക്കിലേക്ക് പെട്ടെന്ന് തന്നെ വന്നു എന്നുള്ളതാണ്. അതിന് നമ്മൾ പ്രത്യേക താങ്ക്സ് നമ്മുടെ ടീച്ചേഴ്സിനോടും അതുപോലെ ആൻറ്റിമാരോടൊക്കെ നമ്മൾ പറയേണ്ടത് തന്നെയാണ്. കാരണം ഞാനൊരിക്കൽ ഇവിടെ മീറ്റിങ്ങിനായിട്ട് വന്നപ്പോൾ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, സേതുലക്ഷ്മി ഫുഡ് കഴിക്കാൻ ഭയങ്കര മോശമാണ്, പക്ഷെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും, അപ്പോൾ ആൾ ഫുഡ് കഴിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ പിള്ളേരെ അവർ വളരെ കെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന അതേ കെയർ അവരുടെ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കാര്യം ഇപ്പം നമുക്കറിയാം. നമ്മൾ ഓരോരുത്തരും ഒരു കുട്ടീനെ 2 കുട്ടീനെയൊക്കെ
മാനേജ് ചെയ്യാൻ വീട്ടിൽ പെടുന്ന പാട്. അപ്പൊ ഇത്രയും കുട്ടികളെ, അതും ബെൻസി ടീച്ചറൊക്കെ പറഞ്ഞ മാതിരി ഭയങ്കര കുറുമ്പന്മാരായ കുട്ടികളെയൊക്കെ മാനേജ് ചെയ്യുന്നത് അതൊരു കഴിവ്, അതുപോലെ ഒരു പ്രത്യേക കഴിവും വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ എല്ലാ ടീച്ചേഴ്സും നമുക്ക് തന്നിട്ടുള്ള സപ്പോർട്ട്. പിന്നെ ആന്റിമാരുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫും, നോൺ ടീച്ചിങ് ആയിട്ടുള്ള എല്ലാ സ്റ്റാഫും. അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗേറ്റ് കടന്ന് നമ്മൾ വരുമ്പോൾ തന്നെ കാണുന്നതാണ് നമ്മുടെ വിക്രമൻ ചേട്ടൻ്റെ മുഖം. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഒരു നല്ലൊരു ചിരിയോടുകൂടിയാണ് ആൾ എപ്പോഴും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ തരുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് തന്നെ വളരെ വലുതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ സ്കൂളിലേക്ക് വരുമ്പോഴുള്ള ഒരു പോസിറ്റീവ് ആംബിയൻസ് നമുക്ക് അവിടെ തന്നെ കിട്ടുകയാണ്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോളൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഡിസംബറിൽ അവരുടെ ബർത്ത്ഡേ ആയിരുന്ന സമയത്ത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എന്ത് പറഞ്ഞു, ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു, സ്വീറ്റ്സ് കൊടുത്തിട്ട് എന്ത് പറഞ്ഞു, ടീച്ചർ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവള് വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി പറഞ്ഞു, അമ്മ ഇന്ന് കവിത ടീച്ചർ എന്നെ ഹഗ് ചെയ്തിട്ട് എനിക്ക് ഉമ്മ തന്നിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞത്. വളരെ ചെറിയൊരു കാര്യമെങ്കിലും വളരെ എക്സൈറ്റ്മെൻറ്റിൽ അവൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ഫീല് അവളെ മുഖത്ത്, കണ്ണുകളിൽ ഞാൻ കണ്ട ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഇമോഷണലായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ കവിത ടീച്ചർ നമ്മുടെ കുട്ടികളെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങളെല്ലാവരും ഉറപ്പായിട്ടും പാരൻസ് ആയാലും കുട്ടികളായാലും ടീച്ചേഴ്സിനെ നിങ്ങൾ രണ്ടുപേരെയും മിസ് ചെയ്യും. അപ്പോൾ താങ്ക് യു ഓൾ. ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്താ പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷത്തോടെ എനിക്കുണ്ട്. കാരണം LKG ഞാനിവിടെ കൊണ്ടുവന്ന മോളെ ചേർക്കുമ്പോൾ എന്നും കരയുന്നൊരു കുട്ടിയായിരുന്നു. എല്ലാ ദിവസവും കരഞ്ഞ് തളർന്നാണ് അവൾ വീട്ടിൽ നിന്ന് പോകുന്നതും ഇവിടെ വന്ന് ഒരവർ ഫുള്ളും കരയും. ഇന്ന് എനിക്ക് ഏറ്റവും ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് തോന്നിയെന്ന് പറയുന്നത് അവള് UKG അല്ലെങ്കിൽ LKG ഒരു സെക്കൻഡ് സെം ആയപ്പോൾ മുതലാണ് അവൾ ഏറ്റവും അധികം ഈ സ്കൂൾ എൻജോയ് ചെയ്തതും ടീച്ചേഴ്സൊക്കെ ആയിട്ട് വളരെയധികം മിങ്കിൾ ചെയ്തതും കൂട്ടുകാരൊക്കെ ആയി എന്ന് പറയണതൊക്കെ. പക്ഷെ അതിനെ ഏറ്റവും അധികം സഹായിച്ചത് ബിനിസും പിന്നെ കവിതാ മിസ്സുമാണ്. എൻ്റെ മോള് ഇന്ന് അവളെ ഏറ്റവും നന്നായി ഒരു ആർട്സിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും പിന്നെ പഠനത്തിലാണെങ്കിലും എല്ലാത്തിലും ഞാൻ ആഗ്രഹിച്ചതിലും ഉപരിയായി അവള് ഏറ്റവും മിടുക്കിയായിട്ട് എനിക്ക് തന്നിട്ടുള്ളത് ഈ 2 മിസ്സുമാരാണ്. അതുകൊണ്ട് ഇവിടുത്തെ 2 മിസ്സുമാരോടും പിന്നെ ആന്റിമാരോടും പിന്നെ ഇവിടുത്തെ മാനേജ്മെന്റിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു.